നമ്മൾ അതിരപ്പള്ളിയിലേക്ക് ഒന്ന് പോവുകയാണ്. അവിടെ ജെയ്സൺ ചാമോളപ്പിൽ ചേരുന്നു. ജെയ്സൺ, നിലവിൽ ഇപ്പോൾ എന്താണ് ദൗത്യം? ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ് ജെയ്സൺ? റോഷ്നി, ഇപ്പോൾ നമുക്ക് പുറകിൽ ആനയുണ്ട്. ഉദ്യോഗസ്ഥർ ആനയെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ ഇരുട്ടായതുകൊണ്ടാണ് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയാത്തത്. ഏകദേശം 7ഓളം വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ആനയുടെ ഒപ്പം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനപ്പുറത്ത് വേറെ കാട്ടാന നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി നിൽക്കേണ്ട ഒരു സാഹചര്യം കൂടി ഇവിടെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് അവർ ടോർച്ച് ഉപയോഗിച്ച് അടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. വെളിച്ചക്കുറവുള്ളത് കൊണ്ട് മാത്രമാണ്, സൂര്യൻ ഉദിക്കാത്തത് കൊണ്ട് മാത്രമാണ് നമുക്ക് ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി കാണിക്കാൻ കഴിയാത്തത്. ആനയെ ഇപ്പോൾ ട്രാക്ക് ചെയ്തിരിക്കുന്നു. അതിന് തൊട്ടടുത്ത് തന്നെ നമ്മൾ നിൽക്കുന്നുണ്ട്. 8ഓളം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നാം കാണുന്നത്. അവർ ടോർച്ചടിച്ച് ആ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ നാം കാണുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ ടോർച്ചടിച്ചുകൊണ്ട് ആനയെ അടുത്ത് നിന്ന് ഒരു കൊമ്പനിൽ നിന്ന് അകറ്റി നിർത്തുന്നു. അതായത് അടുത്ത് വേറെ ഒരു കൊമ്പൻ ആനയുണ്ടായിരുന്നു. കാരണം ഈ ആനയെ ട്രാക്ക് ചെയ്യുകയും അതോടൊപ്പം തന്നെ മയക്കുവെടി വയ്ക്കണമെങ്കിൽ സമീപത്ത് മറ്റാനകളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. വേറെ തൊട്ടപ്പുറത്ത് തന്നെ വലിയൊരു കൊമ്പൻ നിൽക്കുന്നുണ്ടായിരുന്നു. ആ കൊമ്പനിൽ നിന്നും ഈ ആനയെ ഇപ്പോൾ മാറ്റി ഒരു ഭാഗത്തേക്ക് മാറ്റിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ അതിവേഗത്തിൽ നടന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ സമീപത്തുകൂടെ മറ്റു കൊമ്പനാനകളും കയറി വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്ക് വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ ഓടിക്കയറുന്നത് കാണാം. വാച്ചർമാരുണ്ട്, വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരുണ്ട്. എല്ലാവരും ആനയെ ലൊക്കേറ്റ് ചെയ്തു. ഇനി എത്രയും പെട്ടെന്ന് തന്നെ RRT സംഘം വന്ന് തുടർ നടപടിയിൽ കടക്കുമെന്ന് തന്നെയാണ്. സാറേ ലൊക്കേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ, അതുപോലെ ഡോക്ടർമാർ, മയക്കുവെടി വയ്ക്കാനായിട്ടുള്ള തോക്ക് എന്നിവയുമായി ഇപ്പോൾ ആന തൊട്ടപ്പുറത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. നമ്മളും തൊട്ടപ്പുറത്തേക്ക് നീങ്ങുകയാണ്, റോഡിന് സമീപത്തേക്ക്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി തന്നെ കാണാം. ആനയെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു. ആന തൊട്ട് അടുത്തേക്ക് ആന നീങ്ങിയിട്ടുണ്ട്. അവിടേക്ക് വാഹനവുമായി വനംവകുപ്പിൽ ഉദ്യോഗസ്ഥർ ഇപ്പോൾ നീങ്ങുകയാണ്. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മയക്കുവെടി വെക്കുന്ന നടപടിയിലേക്ക് കടക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ബിജു, ഇപ്പോൾ ആന പതുക്കെ ഈ ഭാഗത്തു കൂടി എണ്ണപ്പനത്തോട്ടത്തിലൂടെ സിൽവർ സ്റ്റോമിൻ്റെ ഭാഗത്താണ് പ്രധാനമായി ഇപ്പോൾ ആന ഉള്ളത്. അതിരപ്പള്ളിയിലെ ആനയെ മയക്കുവെടി വെക്കാനായുള്ള ദൗത്യം ആരംഭിച്ചിരിക്കുകയാണ്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും സംഘവും ആനയുടെ അടുത്തേക്ക് ആനയെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു. ഇനി എത്രയും വേഗം ആനയുടെ അടുത്തെത്തുക, മയക്കുവെടി വെക്കുക എന്നുള്ള ദൗത്യത്തിലേക്കാണ് അവർ കടക്കാൻ പോകുന്നത്. മാത്രമല്ല, ഈ സമയത്ത് അവിചാരിതമായൊരു പ്രതിസന്ധി എന്ന് പറയാൻ സാധിക്കില്ല. ആ സമയത്ത് ഈ RRT ഉദ്യോഗസ്ഥരെല്ലാവരും ആനയെ ട്രാക്ക് ചെയ്ത സമയത്ത് തന്നെ അടുത്തൊരു കൊമ്പൻ ഉണ്ടായിരുന്നു എന്നതാണ്. അപ്പോൾ അതിനെ മാറ്റിയ ശേഷം വേണം ഈ ആനയെ മയക്കുവെടി വെക്കാൻ. കാരണം ഈ മയക്കുവെടി വെക്കുന്ന സമയത്ത് സമീപത്ത് മറ്റൊരു ആനയോ മറ്റോ ഉള്ളത് ഈ ദൗത്യം പ്രതിസന്ധിയിലാക്കും എന്നാണ്. ഇപ്പോൾ നിലവിൽ ആനയുള്ളത് ഈ സിൽവർ സ്റ്റോമിൻ്റെ ഭാഗത്ത്, അതായത് കാലടി, ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് കാലടി പ്ലാന്റേഷനിലേക്ക് പോകുന്ന ആ വഴിയിലേക്കാണ് ഈ RRT സംഘം, ഈ ദൗത്യ സംഘം പോകുന്നത്. അപ്പോൾ നിലവിൽ ഈ ആനയുള്ളത് ആ ഭാഗത്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആനയെ ട്രാക്ക് ചെയ്തു. ജെയ്സൺ, എന്താണ് ഇപ്പൊ നിലവിൽ സാഹചര്യം? അടുത്ത ആരൊക്കെയുണ്ട്? ദൗത്യം എങ്ങനെയാണ്? ഇപ്പൊ നിങ്ങളിപ്പോ കണ്ടത് ആന തന്നെയാണ്. നടക്കാൻ പറഞ്ഞില്ല. അപ്പൊ അതിന്റെ ഫ്രണ്ട് ഭാഗം നമുക്ക് പോയെടുക്കാൻ പറഞ്ഞില്ല. സൈഡിൽ വേറെ ആരുണ്ടായിരുന്നു. അപ്പൊ അവൻ നല്ലതായിട്ട് നടന്ന് പോകണമെങ്കിൽ പുഴയിലേക്ക് ഇറങ്ങി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് അങ്ങനത്തെ ഉദ്യോഗസ്ഥർ അങ്ങോട്ട് പോകാൻ കാരണം അപ്പൊ വേറെ ആള് വിളിച്ചോളൂ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ പേര് അങ്ങോട്ട് പോയിക്കണേ. ഇതിപ്പോ ഇവര് കൺഫേം ചെയ്യാണ്ട് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, കിട്ടണില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളിവിടെ നാട്ടുകാരല്ലേ, നിങ്ങള് സ്ഥിരമായി കാണുന്നല്ലേ ഈ ആനേനെ തന്നെയാണ് നിങ്ങൾക്ക് ഉറപ്പാണല്ലോ? ഞങ്ങൾക്ക് ഉറപ്പാണ്. ഇപ്പൊ ആന ഇപ്പൊ എങ്ങോട്ടാ മൂവ് ചെയ്തിരിക്കുന്നത്? അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി വെളിച്ചാവാതെ അങ്ങോട്ട് ഇറങ്ങാനും പറ്റില്ല. വേറെ ആനയുണ്ടല്ലോ അതിന്റെ ഉള്ളില്? അതിന്റെ ഉള്ളിൽ വേറെ വേറെ ഉണ്ട്. ആ കൊമ്പൻ കണ്ടു, ഒരു കൊമ്പുണ്ട്. അപ്പൊ നമ്മളെ പുഴയിലേക്ക് ഇറങ്ങി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് വെടിവെക്കാനോ ഒന്നും പറ്റില്ല. നമുക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ട്. അതാണ് മെയിൻ. ആയിക്കോട്ടെ. അപ്പൊ ഇപ്പോ
നേരത്തെ ഉദ്യോഗസ്ഥരും അതുപോലെ നാട്ടുകാരൊക്കെ ആ ഭാഗത്തൂടെ പോയി ഐഡൻറ്റിഫൈ ചെയ്തത് ആന തന്നെയാണ് എന്നതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു സ്ഥലത്ത് ആനയെ കണ്ടു എന്ന് പറഞ്ഞ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങോട്ട് വിടുക. ഇതിനുള്ള പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് രോഷിനി, നേരം വെളുത്തിട്ടില്ല, എണ്ണപ്പനത്തോട്ടങ്ങളാണ്, അപ്പോൾ നിറയെ ആട്ടാനകളുള്ള സ്ഥലം കൂടിയാണെന്നുള്ളത് ശ്രദ്ധിക്കണം. നാം പോലും അതിനകത്ത് കയറിയപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു ഭാഗത്ത് മറ്റൊരു കാട്ടാന നിൽക്കുന്നു. ആ ആന നിൽക്കുന്നതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ നേരം വെളുക്കുന്നത് വരെ ഇതിനകത്തേക്ക് കടക്കാൻ കഴിയൂ. എങ്കിലും ഏകദേശം ഈ സമീപ പ്രദേശത്തുണ്ട് ഈ ആന തന്നെയാണെന്നാണ് ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത്. ഇനി RRT സംഘവുമായി സംസാരിച്ച് തുടർ നടപടിയിലേക്ക് കടക്കുന്ന സ്ഥിതി. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, 7-7:30 തന്നെ ദൗത്യം ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ആനയെ പെട്ടെന്ന് ട്രാക്ക് ചെയ്യുകയും അത് കംഫർട്ടായ ഒരു പൊസിഷനിൽ നിന്ന് മയക്ക് വെടി വെക്കാൻ കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ മയക്ക് വെടി വെക്കുന്ന ദൗത്യത്തിലേക്ക് കടക്കാൻ കഴിയും എന്നതാണ് വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരെ ഡോക്ടർ അരുൺ സക്കറി ഉൾപ്പെടെയുള്ളവരുടെയൊക്കെ പ്രതീക്ഷ. അതിനുള്ള നടപടി രാവിലെ 5 മണി മുതൽ ആരംഭിച്ചാണ് പറയുന്നത്. സത്യത്തിൽ അത്രയേറെ നേരത്തെ എത്തി പരമാവധി നേരത്തെ ദൗത്യം പൂർത്തിയാക്കുക എന്ന് തന്നെയാണ് പ്രധാന ലക്ഷ്യമാണ്. അല്ലാത്ത പക്ഷം ഒരുപക്ഷെ ആന ഉൾക്കാട്ടിലേക്ക് കടന്നു പോയാൽ, മുൻകാലങ്ങളിലൊക്കെ അതാണ് ഉണ്ടായത്. കഴിഞ്ഞ തവണ ജനുവരി 24-ാം തീയതി മയക്ക് വെടിവെക്കുന്നതിൻ്റെ തലേ ദിവസം 2 ദിവസം അതിനുവേണ്ടി ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നതാണ്. പക്ഷേ ആ സമയത്ത് ഉണ്ടായിരുന്ന പ്രശ്നം പിന്നീട് അത് കാട്ടിലേക്ക് കയറിപ്പോയി. പിന്നെ തിരിച്ചു വന്നതിന് ശേഷമാണ് മയക്ക് വെടിവെക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോയത്. അത്തരത്തിൽ വൈകും തോറും കൂടുതൽ പ്രയാസങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ദൗത്യം പൂർത്തിയാക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് അതിവേഗത്തിൽ ദൗത്യസംഘം മുന്നോട്ട് പോകുന്നത്. ജെയ്സൺ ചാമവളപ്പിലാണ് വിശദാംശങ്ങൾ നൽകിയത്. ഒരു 7:30 കൂടി തന്നെ ഈ ആനയെ മയക്കുവെടി വെക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ദൗത്യ സംഘമുള്ളത്.